ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച എത്തിയിട്ടുള്ള മലയാള സിനിമയാണ് ചത്താപച്ച. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൗക്കത്ത്, സിദ്ദീഖ്, ലക്ഷ്മി മേനോൻ എന്നിവരോടൊപ്പം മമ്മൂട്ടി ക്യാമേ റോളിലും അഭിനയിക്കുന്നുണ്ട്. സെൻസറിംഗ് പൂർത്തിയായി UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഈ സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ 14 മിനിറ്റ് 45 സെക്കൻഡാണ്. സിനിമയുടെ കാർണിവൽ എന്ന് തുടങ്ങുന്ന ലിറിക്കൽ വീഡിയോ ഇന്ന് വൈകിട്ടോടെ യൂട്യൂബ് ചാനൽ വഴി പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് 7:30 വരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 76,10,000 രൂപയും കർണാടകയിൽ 5,12,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,40,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി 82,60,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $3,940 കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3,58,000 രൂപ. ടോട്ടൽ 86,20,000 രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. നിവിൻ പോളി നായകനായി അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 21 വെള്ളിയാഴ്ച എത്തിയിട്ടുള്ള മലയാള സിനിമയാണ് ബേബി ഗേൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഡിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അതിഥി രവി, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ബോബി സജ്ജയ് എന്നിങ്ങനെ 2 പേരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. സംക്രാന്തി റിലീസായി ജനുവരി 14 റിലീസിംഗ് പ്ലാൻ ചെയ്തിരുന്ന തമിഴ് സിനിമയാണ് ജോക്കി. എന്നാൽ വേണ്ടത്ര തിയേറ്ററുകളോ സ്ക്രീനുകളോ ഈ സിനിമയ്ക്ക് കിട്ടാഞ്ഞതുകൊണ്ട് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. യുവാൻ കൃഷ്ണ നായകനായി പ്രഗഫൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസിംഗ് തീയതി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന ജനുവരി 23 വെള്ളിയാഴ്ചയാണ്. ഇന്ന് റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ച മറ്റൊരു മലയാള സിനിമയാണ് പ്രകമ്പനം. സാഗർ, സൂര്യ, ഗണപതി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈനർ കാറ്റഗറി വിടുന്ന ഈ സിനിമയുടെ പുതിയ റിലീസിംഗ് തീയതി ജനുവരി 30-നാണ്. ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ പള്ളിച്ചട്ടമ്പിയുടെ റിലീസിംഗ് തീയതിയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സുരേഷ് ബാബു തിരക്കഥ എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഏപ്രിൽ 9-നാണ് തിയേറ്ററിലെത്തുന്നത്. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ കയ്യാട് ലോഹർ, വിജയരാഘവൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയാകുന്ന തുടക്കം എന്ന സിനിമയുടെ ഏറ്റവും പുതിയൊരു പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഓണം റിലീസായാണ് തിയേറ്ററെത്തുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് പേർട്ടിയേറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് വാസൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയുള്ള ഈ സിനിമയുടെ റിലീസിംഗ് തീയതിയും പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 23-നാണ് ഈ സിനിമ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. ഇനി വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സർവമായ ഉൾപ്പെടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ സിനിമകളുടെയും കളക്ഷനിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 53 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 26 ദിവസം കൊണ്ട് കേരളത്തിൽ 74,63 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 27-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 40 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 75 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 145 കോടി റേഞ്ചിലുമാണ്. നിഖില വിമൽ നായകി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത പെണ്ണുകേസ് എന്ന സിനിമ 10-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6,10,000 രൂപയാണ്. 10 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 1,81 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2,35 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജെയിംസ് കാമറൂന്റെ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ഹോളിവുഡ് സിനിമയുടെ 32 ദിവസത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് വൈസ്ഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം മഹാരാഷ്ട്രയിൽ 43 കോടി 10 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ 43 കോടി 1 ലക്ഷം രൂപ, ദില്ലി 27 കോടി 90, തെലുങ്ക് സംസ്ഥാനങ്ങൾ 26 കോടി 29, കർണാടക 25 കോടി 42, ഗുജറാത്ത് 16 കോടി 48, വെസ്റ്റ് ബംഗാൾ 14 കോടി 80, പഞ്ചാബ് 11 കോടി 40, കേരള 11 കോടി 26, രാജസ്ഥാൻ 8 കോടി 87, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 5 കോടി 22 എന്നിങ്ങനെ 233 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി $1.32 ബില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 12,030 കോടി രൂപ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.